വിപ്ലവങ്ങൾ നിങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടാവും അല്ലേ? തുടക്കക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഈ വിപ്ലവങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറില്ലേ? ജോവാൻ ഓഫ് ആർക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അല്ലെങ്കിൽ ഗ്രീൻ റിബൺ ക്ലബ്ബ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ലോങ് മാർച്ച് ഏത് വിപ്ലവത്തിലാണ്? അങ്ങനെയൊക്കെ ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആറുണ്ടോ? ഏത് വിപ്ലവമായിരുന്നു? ഞാൻ ഈ വിപ്ലവം പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഏതിലാണെന്ന് കൺഫ്യൂഷൻ വരുന്നു, അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് വെച്ച് പഞ്ചവത്സര പദ്ധതിയൊക്കെ കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പമാവും തോന്നുന്നു. കോഡ് വേണ്ടാത്തവർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഡ് രീതിയിൽ പഠിക്കാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പഠിച്ചിട്ട് മനസ്സിലാവുന്നവരൊന്നും ഇത് കാണണമെന്നില്ല. കാരണം എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ കുറേ കോഡ് വെച്ച് ഞാൻ പഠിച്ചത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഇങ്ങനെ ഇരുന്ന് വായിക്കുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ഒരു കഥകൾ പോലെയായിട്ട് ഇങ്ങനെ മൈൻഡിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക ചെയ്യുക. അപ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റുന്നുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. അങ്ങനെ ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് ആ കഥ അങ്ങ് മൈൻഡിൽ നിൽക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കഥയിലുള്ളതല്ലായിരുന്നു, അപ്പോൾ നമ്മൾ ഈ കഥ ഇതിലല്ലായിരുന്നു പഠിച്ചേ എന്നുള്ളത് ഓർത്തെടുക്കാൻ പറ്റും എന്നുള്ളവർ നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഞാനൊരു ജസ്റ്റ് ഒരു കോഡ് പറയാണ്. കോഡ് എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ട ഒരു ഒരു സ്റ്റോറി പോലെ. ഇംഗ്ലണ്ടിലുള്ളവർക്ക് ഫ്രഞ്ച് പറയാൻ അറിയില്ല. അവർ 100 വർഷമായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. 100 വർഷമായിട്ട് അവർ ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്, പക്ഷെ അവർക്ക് പറ്റുന്നില്ല. അവർ ഒരു ജവാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അവരെ ഈ ഫ്രഞ്ച് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ജവാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ എടുത്തിട്ട് അയാളാണെങ്കിൽ ഒരു വട്ട് മാഷ് കേട്ടോ, ഒരു വട്ട് ജവാൻ, ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇത്രയും 100 വർഷമായിട്ട് അവർക്ക് പഠിക്കാനായില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവരുടെ ഫീസും കാര്യങ്ങളൊക്കെ പോയപ്പോൾ അവരൊരു പെറ്റീഷൻ കൊടുത്തു. ഇങ്ങനെ ഇത്രയും കാലമായിട്ട് 100 വർഷമായിട്ട് നമുക്ക് ഫ്രഞ്ച് പഠിച്ചെടുക്കാനായിട്ടില്ല എന്നുള്ളത് ഇംഗ്ലണ്ടുകാർ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അപ്പോൾ ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി, രാജ്യങ്ങൾ തമ്മിലല്ലേ, അപ്പോൾ അന്താരാഷ്ട്ര പ്രശ്നമായി. എല്ലാ അന്താരാഷ്ട്ര പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരാളുണ്ടല്ലോ, ആരാ? ട്രംപ് കേട്ടോ. അപ്പോൾ ട്രംപ് എന്ത് ചെയ്തു? ഒരു ന്യൂ മോഡൽ ആർമീനെ ഇറക്കി. ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ന്യൂ മോഡൽ ആർമീനെ ഇറക്കി. അവർ ലോങ് ആയിട്ട് ഗംഭീരൊരു ട്രെയിനിങ് കൊടുത്തു. ഗംഭീരമായൊരു ട്രെയിനിങ് കൊടുത്തു ഇവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി. സംഭവം സക്സസ് ആയി. ഗ്രീൻ സിഗ്നൽ കാണിച്ചു, അവർക്ക് പഠിക്കാൻ പറ്റിയില്ലേ, പഠിച്ചെടുത്തു. അത് ഭയങ്കര പ്രൈഡായി, അതായത് ഭയങ്കര അഭിമാനമായി, അല്ലെങ്കിൽ ഒരു അഹങ്കാരമായി ഇവർക്ക് പഠിച്ചെടുക്കാൻ പറ്റി എന്നുള്ളത്. അങ്ങനെ ഭയങ്കര പ്രൈഡായി. അതൊരു മഹത്തായ ഒരു വെല്ലുവിളിയൊക്കെ സ്വീകരിച്ചൊരു മഹത്തായ കാര്യമായതുകൊണ്ട് ഇവരുടെ വെൽത്തൊക്കെ സമ്മാനമായിട്ട് നൽകി. ഈ കഥ ഓർത്ത് വെക്കാൻ പ്രത്യേകിച്ച് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ പോലെ. ഇംഗ്ലണ്ടുകാർ ഫ്രഞ്ച് പഠിക്കാൻ പറ്റിയില്ല, 100 വർഷമായി. അവർക്ക് ഒരു ജവാൻ ട്യൂഷൻ എടുത്തു. ഒരു വട്ടുള്ള ഒരാളാണ്, അയാൾ ഒന്നിനും പറ്റിയില്ല, ഇത്രയും കാലമായിട്ട് പഠിപ്പിക്കാനായില്ല. അങ്ങനെ ട്രംപ് ഇതറിഞ്ഞു, ഒരു ന്യൂ മോഡൽ ആർമീനെ അവരെ ഏർപ്പാടാക്കി. ലോങ് ആയിട്ട് ട്രെയിനിങ് കൊടുത്തു. കാര്യം സക്സസ് ആയി, ഗ്രീൻ സിഗ്നൽ കാണിച്ചു. ഭയങ്കര പ്രൈഡായി, മഹത്തായ ഒരു കാര്യമായതുകൊണ്ട് ഇവരുടെ വെൽത്തൊക്കെ സമ്മാനമായിട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ വരുന്ന എല്ലാ ഒരുവിധം കണക്റ്റിംഗ് വേർഡ്സും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളോട് പെറ്റീഷൻസ് ഓഫ് റൈറ്റ്, അല്ലെങ്കിൽ മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ജോവാൻ ഓഫ് ആർക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റംബ് പാർലമെൻറ്റ് ഏത് വിപ്ലവത്തിലാണ് ഉള്ളത്? അങ്ങനെയൊക്കെ ചോദിക്കുന്ന കംപ്ലീറ്റ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓർത്തു വെച്ചോ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഇംഗ്ലണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇംഗ്ലണ്ടും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ് ശതവത്സര യുദ്ധം. ഏതൊക്കെ ആളുകൾ തമ്മിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്നുള്ളത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലണ്ടും ഫ്രാൻസും 4 ഓപ്ഷൻ കാണുമ്പോൾ അത് എന്ത് വന്നാലും കൺഫ്യൂഷൻ വരും, സ്റ്റാർട്ടിങ്ങുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ ഇംഗ്ലണ്ടും ഫ്രഞ്ചും തമ്മിലുള്ള യുദ്ധമാണ് ശതവത്സര യുദ്ധം, 100 വർഷമായിട്ട് കേട്ടോ. അടുത്തത് ജോവാൻ ഓഫ് ആർക്ക് ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ്, മഹത്തായ വിപ്ലവം. ട്യൂഷനും വട്ടും ആലോചിക്കുക. ജവാൻ ട്യൂഷൻ കൊടുത്തത് ഒരു വട്ടുള്ള ജവാനാണെന്ന് പറഞ്ഞല്ലോ. ട്യൂഷനും വട്ടും ഏതാത്? ട്യൂഡർ രാജവംശം, സ്റ്റുവർട്ട് രാജവംശം, ട്യൂഡർ രാജവംശവും സ്റ്റുവർട്ട് രാജവംശവും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിലുള്ള ഇംഗ്ലണ്ടിലുള്ള രാജവംശമാണ്. പെറ്റീഷൻസ് ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് അല്ല കേട്ടോ, ബിൽ ഓഫ് റൈറ്റ്സ് വേറെ വരുന്നുണ്ട്. പെറ്റീഷൻസ് ഓഫ് റൈറ്റ്സ്
ഏത് വിപ്ലവമാണ്? ഇംഗ്ലണ്ടിലെ വിപ്ലവം. റംബ് പാർലമെന്റ്, ട്രംപില്ല, റംബ് പാർലമെന്റ് അഥവാ അവശിഷ്ട പാർലമെന്റ് ഏത് വിപ്ലവമാണ്? ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ്. ന്യൂ മോഡൽ ആർമി ഏതിലാണ് പറയുന്നത്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ പറയുന്നതാണ്. ലോങ് പാർലമെന്റ്, ട്രിനിയൽ ആക്ട് ഇത് രണ്ടും ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ്. ഗ്രീൻ റിബൺ ക്ലബ്ബ്, പ്രൈഡ്സ് പർജ് ഏത് വിപ്ലവമാണ്? ഇംഗ്ലണ്ടിലെ. മഹത്തായ വിപ്ലവം അഥവാ രക്തരഹിത വിപ്ലവം എന്നത് ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ് കേട്ടോ. പിന്നെ കോമൺവെൽത്ത് കാലഘട്ടം ഇംഗ്ലണ്ടിലെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോമൺവെൽത്ത് കാലഘട്ടം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇംഗ്ലണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണ്, നിങ്ങൾ ഈ കഥയൊന്ന് ഓർത്തു വെച്ചാൽ ഓരോ കാര്യങ്ങളും എടുത്ത് അതിൻ്റെ അടിയിലായിട്ട് അതെന്താ കാര്യം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുക. അതെന്താ നമുക്ക് ക്ലാസ് എടുക്കാം. അതല്ലാതെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോട്ടിൽ നിന്ന് കുറിച്ച് വെക്കുക. ട്യൂഡർ, സ്റ്റുവർട്ട് രാജവംശങ്ങൾ, കോമൺവെൽത്ത് അതൊരു കാലഘട്ടമാണ്. ഒലിവർ ക്രോംവെല്ലിൻ്റെ ഒക്കെ സമയം വരുന്നതിനുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ അതൊക്കെ എന്താണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുക. പക്ഷേ ഈ വേർഡ്സുകളൊക്കെ ഈ ഒരു വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്ത നമുക്ക് ഫ്രഞ്ചും അമേരിക്കയും റഷ്യയും ചൈനയും കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് ഫ്രഞ്ചിൻ്റെ നോക്കാം. താങ്ക് യു, ബൈ.